ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറി ആയിട്ടാണ്. ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്ത മീനാട്ടോ. അപ്പോൾ ഞാനതൊരു ഒറ്റ കറക്കലിൽ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ സ്റ്റൗവ് കത്തിച്ചു, മൺചട്ടി വെച്ചു. മൺചട്ടിയിലാട്ടോ ഇവിടെ മീൻ കറി വെക്കാറ്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. സബോള, ഒരു ചെറിയ കഷ്ണം സബോളയും ഒരു തക്കാളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ വഴറ്റിയെടുക്കുകയാണ് ചെയ്യാറ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഞാൻ ഇളക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുടംപുളി കുതിർത്ത് വെച്ച വെള്ളവും കുടംപുളി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചു. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വൃത്തിയാക്കി വെച്ച അയിലക്കുട്ടന്മാരെ ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുട്ടന്മാർക്കൊന്ന് വേവണ്ടേ, അങ്ങനെ അവരേനി മൂടി വെച്ച് വേവിച്ചു ഞാൻ. ആ ഗ്യാപ്പ് കൊണ്ട് ഞാൻ തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു. തേങ്ങയും അതിലേക്ക് പെരിഞ്ജീരകം, ഇത് രണ്ടും അരച്ചിട്ടുള്ള ഒരു ഇതാട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. അത് ലൂസായിട്ടാണ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല കട്ടിയായിട്ടുള്ള ചാറ് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ലൂസായി അരച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ വെട്ടി തിളപ്പിക്കാനും ഞാൻ നിൽക്കാറില്ല. ജസ്റ്റ് ഒരു തള വരുമ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കുക ചെയ്യാറ്. അതിലേക്ക് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് എണ്ണ കാച്ചി ഒഴിക്കുകയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. ഞാൻ കണ്ടിട്ടുണ്ട് ഉലുവയും കടുകും ഒക്കെ ചേർക്കുന്നത്. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഞാൻ എണ്ണ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മീൻ കറി. ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. നിങ്ങളിങ്ങനെയാണോ വെക്കാറ്? കമൻറ്റായിട്ട് പറയൂ. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.